രാജ്യത്തെ നടുക്കിയ സാമ്പത്തിക പ്രതിസന്ധി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും രഹസ്യവും നിർണായകവുമായ ദൗത്യം വീണ്ടും ചർച്ചയാകുന്നു. 1991 ഭാരതത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും വേദനാജനകവുമായ കാലഘട്ടം. വിദേശ നാണ്യശേഖരം തീർന്ന അവസ്ഥ, വെറും ഒരാഴ്ചത്തെ ഇറക്കുമതിക്ക് മാത്രം മതിയാകുന്ന ഡോളർ റിസർവ്, രാജ്യത്തിന്റെ മുന്നിൽ പരമാധികാര വീഴ്ചയുടെ ഭീഷണി. അത്തരം പ്രതിസന്ധിയിലൂടെ അതിന്റെ നടുവിൽ രാജ്യത്തെ രക്ഷിക്കാൻ നടപ്പിലാക്കിയത് അതീവ രഹസ്യമായ ദൗത്യമാണ്. 47,000 കിലോഗ്രാം സ്വർണം വിമാനമാർഗം രഹസ്യമായി തന്നെ വിദേശത്തേക്ക് കടത്തുന്നു. ആ സ്വർണം ലണ്ടനിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ പണയപ്പെടുത്തി അടിയന്തര വിദേശ വായ്പ നേടുകയായിരുന്നു ലക്ഷ്യം. രാജ്യത്തിന്റെ സാമ്പത്തിക വിശ്വാസ്യത നിലനിർത്തുവാനും അതേപോലെ സോവറിൻ ഡിഫോൾട്ട് ഒഴിവാക്കാനായിരുന്നു ഈ ഒരു നിർണായക നീക്കം നടത്തിയത്. അന്നത്തെ ഈ തീരുമാനം വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പോലും മാത്രമല്ല ജനവികാരങ്ങൾക്ക് പോലും വഴിവെച്ചു. രാജ്യത്തിന്റെ സ്വർണം വിദേശത്തേക്ക് കൊണ്ടുപോയി എന്ന വാർത്ത രാജ്യമെങ്ങും വലിയ ചർച്ചയായി മാറി. എന്നാൽ പിന്നീട് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തിയത് ഇന്ത്യയുടെ സാമ്പത്തിക തകർച്ച ഒഴിവാക്കാൻ നിർബന്ധമായും സ്വീകരിക്കേണ്ടി വന്ന അടിയന്തര നടപടിയായിരുന്നു ഇതെന്നതാണ്. ഈ പ്രതിസന്ധിക്ക് ശേഷമാണ് ഇന്ത്യയിൽ സാമ്പത്തിക ഉദാരവൽക്കരണ നയങ്ങൾ ആരംഭിച്ചത്. അതോടുകൂടി തന്നെ പുതിയ സാമ്പത്തിക അധ്യായത്തിനാണ് രാജ്യം തുടക്കമിട്ടത്. എന്നാൽ ഇന്ന് കാലം മാറി. 1991 47 ടൺ സ്വർണം അവിടെ പണയപ്പെടുത്തേണ്ടി വന്ന ഭാരതം 2026 മാർച്ചിലെ കണക്കനുസരിച്ച് 880.5 ടൺ സ്വർണമാണ് സ്വന്തം കരുതലിനായി തന്നെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിൽ ഏറെ പങ്കും ഇപ്പോൾ ഭാരതത്തിന്റെ മണ്ണിൽ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്നതാണ് നമ്മുടെ സാമ്പത്തിക ശക്തിയുടെ തെളിവെന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന ഈ ഒരു വേളയിൽ വിദേശ നാണ്യം അത് ലഭിക്കാനായി തന്നെ അനാവശ്യമായ സ്വർണ്ണാഭരണ വാങ്ങലുകൾ ഒഴിവാക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ആഹ്വാനം ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. 1991 ഗൾഫ് യുദ്ധം ഇന്ത്യയെ തളർത്തിയെങ്കിൽ ഇന്നത്തെ ആഗോള സംഘർഷങ്ങളെ നേരിടാൻ ഭാരതം സജ്ജമാണ് എന്നും എന്നാൽ കരുതൽ അനിവാര്യമാണ് എന്നതാണ് ഇവിടെ പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുന്നത്. 1960കളിൽ മൊറാർജി ദേശായി സ്വർണം ഇറക്കുമതി നിയന്ത്രിക്കാൻ കൊണ്ടുവന്ന നിയമങ്ങൾ മുതൽ 1991 ആ കപ്പൽ യാത്ര വരെ ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷ സ്വർണവുമായി തന്നെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. 2025-26 കാലയളവിൽ മാത്രം $72 ബില്യൺ സ്വർണമാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത്. അതായത് 1991 നമ്മൾ പണയപ്പെടുത്തി നേടിയ തുകയുടെ 100-ലധികം മടങ്ങാണ് ഇപ്പോഴുള്ളത്. പഴയ പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാനുള്ള ഭാരതത്തിന്റെ കുതിപ്പിൽ ഓരോ പൗരനും ഉത്തരവാദിത്തമുണ്ട് എന്ന സന്ദേശമാണ് ഈ ചരിത്രവും വർത്തമാനവും നൽകുന്നത്. ശത്രു രാജ്യങ്ങളുടെ വെല്ലുവിളികൾക്കും ആഗോള സാമ്പത്തിക പ്രതിസന്ധികൾക്കുമിടയിൽ ഭാരതത്തിന്റെ സാമ്പത്തിക അടിത്തറ തകരാതിരിക്കാൻ മോദി സർക്കാർ നടത്തുന്ന ഈ ഇടപാടുകൾ ഇനി ചരിത്രമായി തന്നെ ഒരു തിരിച്ചറിവിനുള്ള അവസരമൊരുക്കും എന്നതാണ് എടുത്തു പറയേണ്ടത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.